വലിയ കാര്യമൊന്നും വേണ്ട വേണ്ട വലിയ കാര്യമൊന്നും പരിപാടി എനിക്ക് കേക്കണ്ട ഒന്നും മിണ്ടാതിരിക്കാവോ. രണ്ടാമത്തെ Welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Bakura. Blockbuster partner MyG My Generation Detail Hub and special partner KSFE. സംഭവം രണ്ടാമത്തെ എപ്പിസോഡായിട്ടുള്ളൂ. രണ്ടാമത്തെ എപ്പിസോഡായിട്ടുള്ളൂ. മിണ്ടാൻ ഇവിടെ വോയിസ് ഇല്ല. GP എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞാൻ മര്യാദയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ ഇടാന്ന് വിചാരിച്ച് ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചപ്പോ ഈ മനുഷ്യൻ എന്നെ ഇടിക്കാൻ സമ്മതിച്ചില്ല. ഈ ഡ്രസ് എന്താ കുഴപ്പം? അല്ല ഇത് നല്ല നല്ല രസമുണ്ട്, രണ്ടുപേരെയും കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ മറ്റേ ഡ്രസ് ഒരുപാട് ഫാഷനബിൾ ആയതുകൊണ്ടല്ല. ഫാഷനബിളോ? അല്ല അങ്ങനെയല്ല. നിങ്ങൾക്ക് കാണണോ? ഞാനിന്ന് എടുത്തു വെച്ച ഡ്രസ് നിങ്ങൾക്ക് കാണണോ? ഇതിന്റെ അത്രയും ഭംഗിയില്ലെന്ന്. അല്ല നമുക്ക് ഡ്രസ് കണ്ടിട്ട് തീരുമാനിക്കാലോ. കണ്ടോട്ടെ, എന്തിന് കണ്ടോട്ടെ, നമ്മൾ തീരുമാനിക്കാം. അതെ, എന്നിട്ട് വേണം നിങ്ങൾ എന്റെ സൈഡ് നിൽക്കാൻ. ശരി, ഓക്കെ? ഓ കണ്ടോ? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഞാൻ എന്റെ ഭാര്യ ഇത്രയും പരിഷ്കാരിയൊക്കെ ഉദ്ദേശിച്ചിട്ടില്ല. ഫാഷൻ സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഓരോ ആൾക്കാർക്കും അവരവരുടെ ഇഷ്ടത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യല്ലേ. എന്തായാലും എന്റെ പെണ്ണുമ്പോൾ ഒരു ഫോട്ടോ ഇവിടെ കാണിച്ചാലും ഞാൻ പരിഷ്കാരിയായിട്ടുള്ള ഒരാളെ കാണിച്ചേർത്തെ. ഓക്കെ, മര്യാദക്ക് ബട്ടൺസ് പോലും ഇടാറിയാതെ ഏകോ വർദ്ധിക്കുന്നത് ഈ ഒരു വേഷം. താനാദ്യം മര്യാദക്ക് ബട്ടൺസ് ഇട്. ബട്ടൺസ് കറക്റ്റ് ആണ്, അത് ഫാഷൻ ആണ്. നമ്മൾ ഇങ്ങനെ നിൽക്കുവോ എന്നിട്ട് പരിഷ്കാരത്തെ പറ്റി പറയുന്നത്? ഞാനപ്പോ പരിഷ്കാരിയല്ല, ബാക്കി എല്ലാം നല്ല പച്ച പരിഷ്കാരി. അതെ. ആരാണ് പിന്നല്ല വിളിച്ചു വരുത്തിയിട്ട് ആരാണ്? അല്ല ഞാനിപ്പോ താങ്കളെ വിളിച്ചു, ഞാൻ വിളിച്ചില്ലല്ലോ. നിങ്ങൾ പരിഷ്കാരി എന്ന് പറഞ്ഞു. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പരിഷ്കാരിയാണ് ഞാൻ. എന്റെ പരിഷ്കാരം ഇങ്ങനെയല്ല, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. പറഞ്ഞു വരുന്ന GPയുടെ പരിഷ്കാരം ഇതുപോലെയല്ല. ഇതല്ലേ കുട്ടിയുടെ പ്രശ്നം? എന്താ? നമുക്കൊരു പ്രശ്നമില്ല. കുട്ടിക്ക് പ്രശ്നമുണ്ട്. ഞാൻ പറയട്ടെ. ഞാൻ ഇന്ന് നല്ലൊരു ഡ്രസ്, ഒരു ഗൗണ് ഇടാൻ വേണ്ടി റെഡിയാക്കി സ്റ്റീം ഒക്കെ ചെയ്ത് വെച്ചതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഭർത്താവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അല്ല സംശയം ഭർത്താവ് മനുഷ്യൻ ഇടാൻ എന്നെ സമ്മതിച്ചില്ല ആ ഡ്രസ്. മാറ്റി നിങ്ങൾ വേണം. എടാ വെള്ളപ്പാറ്റേ, ഈ പരിഷ്കാരമുള്ള ഈ കാലഘട്ടത്തിൽ 2020 ഈ കാലഘട്ടത്തില് സ്വന്തം ഭാര്യയെ നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടിയിക്കാൻ സമ്മതിക്കാത്ത നീ ഒരു മനുഷ്യനാണോ? കുറച്ച് മനുഷ്യത്തെ കുറവാ എനിക്ക്. കുട്ടി ഒരു കാര്യം ചെയ്യും, ഈ ടീമിനെ അങ്ങ് ഒഴിവാക്ക്. എന്നിട്ട് കുട്ടിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറ. ഞാൻ വലിയ ആവശ്യം നോക്കില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്. തീരുമാനം എടുക്കണം, ഇപ്പൊ എടുക്കണം. തീരുമാനം സത്യത്തിൽ കൊച്ചിന് എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറ. കൊച്ചിന് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷെ അല്ല ഇതൊരു കപ്പിൾ റിയാലിറ്റി ഷോ ആണല്ലോ. അപ്പൊ ഞങ്ങള് കണ്ടന്റ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാനും എന്റെ ഭർത്താവ് ഷിട്ടുവും കൂടെ ഞങ്ങള് സെറ്റ് ചെയ്ത ഒരു ചെറിയ പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. മനസ്സിൽ വാനോളം ഉയർത്തിയിട്ട് പക്ഷെ എനിക്ക് ഇനി ഞാനൊന്ന് പറയാനുള്ള. അയ്യോ പാവം ചേട്ടാ, ഇവിടുന്നോ? അയ്യോ ഞാൻ ഇപ്പഴാട്ടാ കണ്ടിട്ട്. അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, പരിഷ്കാരിയായ മറ്റാളും പരിഷ്കാരനായ മറ്റാളും നമ്മൾ സംസാരിച്ചപ്പോ ആ പരിഷ്കാരത്തിന്റെ റൂട്ടിൽ പോയപ്പോഴത്തെ ഇപ്പോഴെന്ന ആ പരിഷ്കാരിയെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങോട്ട്
കുട്ടിക്ക് ഈ പരിഷ്കാരിയായ എന്നെ കണ്ടിട്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇഷ്ടമായി എന്ന് എനിക്കറിയാം. എന്ത് പറഞ്ഞു? ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് ആ കൊച്ചിനെ വിട്ടുകളഞ്ഞു. മോള് പേടിക്കണ്ട, ഇവിടെ ഉണ്ട് ഞാൻ. എന്റെ ഒരു കണ്ണ് ഒരെണ്ണല്ല 2 റെറ്റിന ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പോവാ കേട്ടോ. ഞാൻ അവിടെ ഇരിക്കാം. ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണ്ണ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് BSY നോനി ഹെയർ കളർ ഷാംപൂ കോ പ്രസൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ MyG, My Generation Detail Hub and special partner KSFA. ഓക്കെ, അപ്പൊ DP റെഡി അല്ലേ? റെഡി റെഡി. പവനായി ടീം ആൻഡ് ഹോനായി ടീം റെഡി അല്ലേ? റെഡി. നമുക്ക് നമ്മുടെ ആദ്യത്തെ ടാസ്കിലേക്ക് പോകാം. കാര്യം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വസ്ത്രമാണല്ലോ. അതിൽ നിന്നാണല്ലോ തുടങ്ങിയത്. എന്നാ പിന്നെ ടാസ്കും വസ്ത്രത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ വസ്ത്രമായിട്ട് ബേസ് ചെയ്തൊരു ടാസ്കിലേക്ക് പോവാണ്. നമുക്ക് അതിന് കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇവിടെ വരണം. പ്രോപ്പർട്ടീസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഇനി ടാസ്ക് എന്താണെന്ന് അറിയണ്ടേ എല്ലാവർക്കും? ടാസ്ക് അങ്ങനെ ചാടിക്കേറി പറയുന്നതിന് മുമ്പ് നമുക്ക് ടാസ്ക് ഏത് ടീമിൽ നിന്ന് ആരൊക്കെ വരണം എന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോനായി ടീമിൽ നിന്ന് ആര് വരുന്നത് അവരെ ഡിസൈഡ് ചെയ്യണം. ഹോനായി ടീമിൽ നിന്ന് ആര് വരും? ഞങ്ങളുടെ ടീമിൽ നിന്ന് വീറും വാശിയുള്ളത് അജിത്തിനാണ്. അപ്പം അജിത്ത് വരുന്നതായിരിക്കും ബെറ്റർ. ആണോ? ഉറപ്പാണോ? കാരണം പറയാനൊരു കാരണമുണ്ട്. കാരണം ഞങ്ങൾ അജിത്തിനെ വിളിക്കുന്ന ചാക്കോച്ച എന്നാണ്. പണ്ട് അനിയത്തിപ്പാവ് പടത്തില് സ്പ്ലെൻഡറില് ഇങ്ങനെ വരുന്നൊരു ചാക്കോച്ചൻ മനസ്സുകളെല്ലാം അവിടുത്തെ കുറെ തരുണിമണികൾ മനസ്സ് കവർന്ന ഒരു കാലമുണ്ട്. അപ്പൊ അത് തന്നെ ഇപ്പോഴും തൊടുപുഴയിലെ പെമ്പിള്ളാർക്ക് ഒരു കോരിത്തെരിപ്പാണ് നമ്മുടെ അജിത്ത്. അവരുടെ ആങ്ങളമാർക്കും അപ്പന്മാർക്കും കൈത്തെരിപ്പും. എന്നാ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഐശ്വര്യമായിട്ട് ഈ ഗോതയിലേക്ക് ക്ഷണിക്കുന്നു തൊടുപുഴയുടെ കൊറോണ വന്ന ചാക്കോച്ചൻ അജിത്തിന്റെ ഭാര്യ ഡോണെ. മക്കളെ വാ. പവനായി ആരെയാ വിടാൻ പോണേ? ഇവർക്ക് നമ്മൾക്ക് കോമ്പറ്റ് ചെയ്ത് ജയിക്കണം. ആരെയാ വിടാൻ പോണേ? നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന കാരണവർ എന്ന നിലയ്ക്ക് ചേട്ടനും ചേച്ചിനും വിടാനാണ് അല്ലേ മൂത്തപ്പ. അവിടെ ചാക്കോച്ചനാണെങ്കിൽ ഇവിടെ സുരേഷ് ഗോപിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പോകും കേട്ടോ. മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിന്റെ പേര് ചിഹ്നം ഒരു പൊടിക്കാം. ഈ ബോക്സിലേക്ക് നോക്കൂ. ഇതിൽ ഒരുപാട് തുണിത്തരങ്ങളുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരെ ആ വസ്ത്രങ്ങൾ എടുത്തു തരും. നിങ്ങൾ ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോ GPയും DPയും അത് അപ്രൂവ് ചെയ്യുന്നത് വരെ പോസ്റ്റ് ചെയ്തോണ്ടേയിരിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പോസ്റ്റ് ചെയ്തു, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങൾ ചേഞ്ച് പറയും. ചേഞ്ച് പറയുമ്പോൾ ഞാൻ വേറൊരു പോസ്റ്റ് ഇടും. ആ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയാണ് അപ്രൂവ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി വർത്താനം പറയുന്നുണ്ടോ? സെറ്റായി ടാസ്കിലോട്ട് ഇവിടെ വിളിക്കും. ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു പോസ്റ്റ് ഇടും. ഈ കാട്ടാളൻ എന്താ ഒന്നും ഇഷ്ടപ്പെടാതെ? അടുത്ത പോസ്റ്റ്. ഇതേപോലെ ഒരു ബോർഡ് പൊക്കി കാണിക്കുമ്പോഴാണ് നിങ്ങളുടെ പോസ് അപ്രൂവ് ആവുന്നത്. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വസ്ത്രം ധരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി നമ്മൾ റെഡിയാക്കി വെച്ച ഡ്രസ് ഇട്ടോണ്ട് വാ. ആ കോലത്തിലാണ് ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹം. ലെനയുടെ ഹസ്ബൻഡിനെ വിളിക്കും. ലെനയുടെ ഹസ്ബൻഡിനെ ഞാൻ വിളിക്കട്ടെ? ഓക്കെ. അപ്പൊ നിഖിലേ, എല്ലാരും നല്ല കൈ വരുന്നേ. അയിത്ത കുട്ട ഓടിവാ. വാ. പുള്ളി ഉള്ളത് വെച്ച് മാക്സിമം കുലുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ എനിക്ക് തോന്നുന്നു ബോംബെയിൽ ഡാൻസ് ബാറിൽ വർക്ക് ചെയ്തായിരുന്നു.
അയിത്തെ കേറി നിന്നാട്ടോ അതില്. അപ്പൊ എല്ലാരും സെറ്റ് ആണെങ്കിൽ ബസർ പ്ലീസ്. നല്ല നല്ല ഡ്രസ്സുകൾ എടുത്തു കൊടുക്കുക. ആ പാട്ടിട്ട് നാടോടി നൃത്തം കളിച്ച അടിപൊളിയായി. ഉറക്കം പിടിച്ചോട്ടെ, അല്ല സാധനം താഴെ പോയാൽ പണിയാവും. ഇതിപ്പോ വട്ടംകൊട്ടയില് പാവാട ഉണക്കാനിട്ട ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആദ്യത്തെ ഡ്രസ് ഇട്ടു, രണ്ടുപേരും പോസ് ചെയ്തേ. നിഖിൽ അയ്യോ ഞാൻ ഇങ്ങനെ നിൽക്കണോ? അത് ഞാൻ ഇത് കണ്ടിന്യൂ ആ, ഇത് അപ്രൂവ് ആയി. അടുത്ത dress. നിഖിലിന്റെ ഡ്രസ് ഓൾറെഡി സെറ്റ് ആണ്. രാജാവാണ് രാജാവ്. ആ, എൻഫീൽഡേ പോണ രാജാവാണ്. ബല്ലാൽ ദേവ ബല്ലാൽ ദേവ കാളെ വളയ്ക്കുന്നത് ബല്ലാൽ ദേവ. രഥത്തേൽ പിടിച്ചു നിൽക്കണാണോ? അല്ല കാളെ വളച്ച് മറിച്ചിടുന്ന മറ്റേ ബാഹുബലിയിലെ. വേറെ pose, വേറെ pose, വേറെ pose. ആ, നിഖിലെ പോസ് ഇട്ടോ. ദേവസേന നീ ചെയ്തത് തെറ്റ്. ഡീപിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നുകൂടെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോസ് കൊടുക്ക്. പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോസ് അതല്ല. മറ്റേ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു മണ്ണല്ല. വേറെ ആരവിടെ? നിഖിലെ അടുത്ത പോസ്, അടുത്ത പോസ്. Yes, 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 yes. Okay, അജിത്ത്. നല്ല പോസിറ്റോ എന്തോ വിളിച്ചത്? കഴുത്തൊടിഞ്ഞു പോകും കേട്ടോ. ജിപി അത് സഹിക ടെസ്റ്റ് പറഞ്ഞു കേട്ടോ. ആദ്യത്തെ നിഖിലിന്റെ ചാൻസ്. കമോൺ നിഖിൽ. ആരെവിടെ? അടുത്ത പോസ്. ആരെവിടെ? അത് ആരെവിടെ ആ സാധനം? ആ, ഇല്ല. നിഖിലെ അടുത്ത പോസ്. കൊള്ളൂല. മലിംഗ കേട്ടോ. ആ മലിംഗ ക്രിക്കറ്റ് കളിക്കാണ്. ചിയർ ഗേൾസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ നേരത്തെ പോസ് ഉണ്ടല്ലോ. ആ, നേരത്തെ പോസ് രണ്ട് അല്ല, ഡിപിക്ക് ഇഷ്ടപ്പെട്ടു. ജിപി ശരി, നേരത്തെ പോസിൽ നിന്ന് ഈ പോസിലേക്ക് വരും. ആ ആരെവിടെ? ബോളി. ആ, ഓക്കെ. ജിപി ഓക്കെ. ഓക്കെ, അജിത്ത് കമോൺ. ഇത് പിന്നെ ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ഇവിടെ തന്നെ വന്നെത്തും. ആ, എന്നാ പിന്നെ അടുത്ത കോസ്റ്റ്യൂം. ഇത്തവണ ആദ്യം അജിത്ത് പോസ് ചെയ്യട്ടെ. അജിത്ത് പോസ് ചെയ്തോട്ടെ. ചോരയിൽ കുളിച്ച് ഇഷ്ടപ്പെട്ടില്ല. എക്സ്പ്രഷൻ വരട്ടെ, മുഖത്തെ എക്സ്പ്രഷൻ വരട്ടെ. ഓക്കെ നിഖിലേ, അടുത്ത പോസ്. അഴകിയല്ല. ഓ ഒറ്റ പോസിൽ. അടിപൊളി. അതിനൊരു കുറവ് കൂടെ ഉണ്ട്. അടിയുന്ന ഒരു ഫാനും കൂടെ കിട്ടും. ഓക്കെ, അടുത്ത കോസ്റ്റ്യൂം. തീർന്നില്ലേ? ഓക്കെ, അജിത്ത് റെഡി. അജിത്ത് പോസ് ചെയ്തോ. ജിപി വെയിറ്റിംഗ് ആണ്. പോസാണ്. അല്ല, അത് പോസ് ആണെന്ന് ആർക്കും മനസ്സിലായില്ല. അവരുടെയൊക്കെ മുഖം കണ്ടോ? ഇടവക വികാരിയാ. ഏതാണ് വികാരി ഇങ്ങനെ നിൽക്കണേ? അല്ല, വികാരിയാന്ന് മനസ്സിലായി. ഇത് ഇത്രയും നേരത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അത്. അജിത്തെ വേറെ പോസ്. ആ, വികാരി അച്ഛൻ മാറ്റിപ്പിടി. ഇത് തന്നെയായിരുന്നു കുറച്ച് ജിപി ഒക്കെ അല്ല, ഡിപി ഒക്കെ അല്ല. അജിത്തിന്റെ ഇത് കാണുന്ന ഞാൻ. അടിപൊളി. ശരി, സംഭവം ടാസ്ക് ഒക്കെ ചെയ്തു, എല്ലാരും ഭംഗിയായിട്ട് ചെയ്തു, കളറായി. അപ്പൊ ഇനി ഇതിൽ ആരാണ് വിജയ് എന്ന് അറിയണ്ടേ? ബേസിക്കലി ഞങ്ങൾ ഇതിൽ വിജയിനെ തെരഞ്ഞെടുത്തത് ഒരൊറ്റ ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. അജിത്തിന്റെ പോസ്റ്റുകൾ ഭംഗിയായിരുന്നെങ്കിലും അതിനെല്ലാത്തിനും ഏകദേശം ഒരേ സ്വഭാവമായിരുന്നു. നിഖിൽ അതിനെ പല 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 വഴികളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതുകൊണ്ട് നിഖിലിനെ ഇതിനകത്ത് വിന്നറായി.
ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ നിഖിലിനെ വിജയമായിട്ട് പ്രഖ്യാപിച്ചോ. എന്നാ ഐശ്വര്യമായിട്ട് ഈ ഡ്രസ്സൊക്കെ ഊരി വെച്ചിട്ട് നല്ല വൃത്തിയുള്ള കോലത്തിൽ വാ. വേഗം വിട്ടോ. അപ്പൊ നമ്മുടെ ചിന്നപ്പ് ഒരു പൊടിക്കപ്പ് ഗെയിം അടിപൊളിയായിരുന്നു. ആ ഗെയിം അടിപൊളിയായിട്ട് കളിച്ച ഹോനായിക്കും പവനായിക്കും ഒരു ഉഗ്രം കൈഡി ഒരിക്കൽ കൂടെ കൊടുക്കാം. സൂപ്പർ. ഇതെല്ലാം ഉണ്ടായത് നമ്മുടെ വസ്ത്രത്തിൽ നിന്നാണല്ലോ. വസ്ത്രം ഒരു പ്രശ്നമായതുകൊണ്ടാണല്ലോ. അപ്പം വസ്ത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു കുടുംബജീവിതത്തിൽ എന്ത് കാര്യത്തിലാണ് സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്? എന്റെ പൊന്നു ഞാൻ പറയുന്നു, നമ്മുടെ വീട്ടിലെ കാര്യമല്ല. ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ഏറ്റു വാങ്ങരുത്. ഓക്കെ, അപ്പൊ വസ്ത്രമല്ലാതെ കുടുംബജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിലാണ് പ്രശ്നം നേരിടുന്നത്? ഈ സാധാരണഗതിയിൽ ഞങ്ങള് വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ഫുഡിന്റെ പ്രശ്നത്തിലാണ്. ഫുഡ് എങ്ങനെ പ്രശ്നം? അത് പുള്ളിക്കാരത്തേക്കുള്ള നിങ്ങളുടെ പുള്ളി എടുത്ത് കഴിക്കാൻ ഒരു വിഷയമാവും. അങ്ങനെയാണോ അതോ ടേസ്റ്റിന്റെ കാര്യത്തിലാണോ? ടേസ്റ്റ് ആണ് പറയല്ലേ, കാലിലെ തൊടയിലെ ഒരു കിലോ ഇറച്ചിയും കൊണ്ട് പെണ്ണുമ്പിള്ള പോകും. ഇപ്പൊ ഭക്ഷണമാണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. ഭക്ഷണത്തിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിനാണ് എല്ലാവർക്കും ഇച്ചിരി പ്രശ്നം. ഒരാൾ വെക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, രുചി കുറവാണ്, ഉപ്പ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ കൊണ്ട് ഭക്ഷണം ടേസ്റ്റ് ചെയ്യിക്കാൻ പോവാണ്. നെക്സ്റ്റ് ടാസ്ക് അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്, സോൾട്ട് ആൻഡ് പെപ്പർ. ഹോനായി ടീമിൽ നിന്നും പവനായി ടീമിൽ നിന്നും ഈ ടാസ്ക് ഏറ്റുവാങ്ങാൻ ധൈര്യമുള്ളവരാരെന്നുണ്ടെങ്കിൽ വാ. ഇപ്പം മുന്നേറിയത് തുടങ്ങിയല്ലോ. ആദ്യമേ അജിത്ത് വന്നു, ഇനി നമ്മുടെ രഞ്ജിത്തേട്ടൻ. ഭക്ഷണം വെച്ചും വയറ് വെച്ചും പുള്ളിയെ നല്ലത്. ഹോനായി ടീമിൽ നിന്ന് വരുന്നു രഞ്ജിത്ത്. കമാൺ. പവനായി ഞങ്ങളുടെ ടീമിൽ നിന്നേ അപ്പൊ നേരത്തെ ഞങ്ങളെ മുതിർന്ന മൂത്താപ്പ എന്നൊക്കെ ഒരു പേര് എനിക്ക് ഇവിടെ കിട്ടിയായിരുന്നേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പട്ടം തന്ന ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ഇളയ അംഗങ്ങൾ ഇതോ ഇരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഇവിടെ പവനായി ടീമിൽ നിന്ന് വന്നിരിക്കുന്നത് ആരൊക്കെയാ? സുമിത്തും ഹിമയും. അടിക്കായി. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ ആണ്. ഭക്ഷണം ടേസ്റ്റ് ചെയ്യുക, അതെന്താണെന്ന് പറയുക. എന്ത് രസം. വിശപ്പുണ്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ടേസ്റ്റ് ചെയ്ത് കാര്യം പറഞ്ഞു. രഞ്ജിത്ത് മണം കേട്ട് പറയൂ കേട്ടോ, ടേസ്റ്റ് ചെയ്യണ്ട, അവന് മണം കിട്ടിയതാണ്. അതന്നെയാണ് നമുക്ക് വേണ്ടത്. അത് കൃത്യമായിട്ട് അത് ടേസ്റ്റ് ചെയ്ത് അത് നമ്മുടെ പങ്കാളിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിലാണ് കാര്യം. ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെക്കും. ഇവരിൽ നിന്ന് ഒരാൾ വരും, ഇവർ 2 പേരുടെയും കണ്ണ് കെട്ടിയിട്ടാവും ഉണ്ടാവുക. ഓക്കെ, ഇവർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊടുക്കും. ഇവര് ചിലപ്പോ ഒരു കടി കടിക്കുക, എന്നിട്ട് ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ട്ണർക്ക് നല്ല വൃത്തിയായിട്ട് ക്ലൂകളിലൂടെ. എന്തിലൂടെ? ക്ലൂകളിലൂടെ. എന്നാൽ ആ ക്ലൂ ഡയറക്റ്റ് ക്ലൂ ആവാൻ പാടില്ല. അപ്പൊ നിങ്ങൾ കണ്ണ് കെട്ടി റെഡി ആവാനുള്ള ഒരു സമയം വേണം. ആ സമയത്തിനകത്ത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവെക്കും. ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റും, ഇവർക്ക് 4 പേർക്കും കാണാൻ പറ്റത്തില്ല. അപ്പൊ മക്കളെ, നിങ്ങൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിക്കോ. ഇവിടെ കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. വേഗം പൊക്കോ. സോൾട്ട് ആൻഡ് പെപ്പർ, അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ടാസ്കിന്റെ സംഭവങ്ങളെല്ലാം എല്ലാരും കണ്ടല്ലോ. ഞാൻ പോയേ ആൾക്കാരെ കൊണ്ട് വിളിച്ചോണ്ട് വരാം. ഇവര് 2 പേര് കൈകോർത്ത് നിൽക്കുക. 2 പേരിങ്ങി പോരെ. കമോൺ. അപ്പോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ മുമ്പിലാണ് രഞ്ജിത്ത് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, കൈ കൊണ്ടുള്ള സൂത്രപ്പണി ഒന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് കൈ പതുക്കെ കെട്ടാൻ പോവാണ്. ഇത് വെച്ചിട്ട് ബാക്കിലേക്ക് ഇതാ. റെഡി? അപ്പൊ നമ്മള് ടാസ്ക് തുടങ്ങാൻ പോവാണ്. സോൾട്ട് ആൻഡ് പെപ്പർ. ആദ്യത്തെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് റിജിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ? ആ ഭക്ഷണം അങ്ങനെ തന്നെ എടുത്ത് കൊടുക്ക്. റിജി കറക്റ്റ് ആയിട്ട് പറയണം. ടേസ്റ്റ് ചെയ്തോ? തലമുക്ക് വന്നോ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, റെഡി? നീ പറ. ക്ലൂ കൊടുത്തോ. പുളിയുണ്ട്. പുളിയുണ്ട്. മീൻകറി ആയിരിക്കും. പുളിയുണ്ടോ? പുളിയുണ്ട്. പിന്നെന്നാ ഉള്ള പറ. പുളിയുണ്ട്. ഡയറക്റ്റ് ക്ലൂ കൊടുക്കരുത്. ഒരു പച്ചക്കറി വെച്ചുണ്ടാക്കാം.
പുളിയുണ്ട് പച്ചക്കറി വെച്ചോണ്ടാക്കാം. ഇന്നും ടേസ്റ്റ് ആണോ? പുളിയുണ്ട് പച്ചക്കറി വെച്ചോണ്ടാ. ഒരെണ്ണം തന്നെ കിട്ടുന്നില്ല. പിന്നെ ഇത് അത്ര നല്ലതൊന്നും അല്ല. ഇത് അത്ര നല്ലതല്ല. അടുത്ത ക്ലൂ ഉണ്ട്. ഇല്ല വേറെ വഴിക്ക് പോകും. അടുത്ത പറ. ചുമന്നായിരിക്കുന്നേ. എനിക്ക് കിട്ടി. തക്കാളി. തക്കാളി. തക്കാളിയാണോ? തക്കാളിയല്ല. ഉറപ്പിച്ചല്ലോ, തക്കാളി ഉറപ്പിച്ചില്ലേ? തക്കാളിയാണോ റിജി? തക്കാളിയാണോ? തക്കാളിയല്ല. റിജി തക്കാളിയാണോ? തക്കാളിയല്ല. ഒരെണ്ണോട് പറ. ഒരു ക്ലൂ കൂടെ കൊടു. പിള്ളേർക്ക് ഇഷ്ടമാണ്. ഒന്നുകൂടെ കഴിച്ചു. നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഒന്നുകൂടെ കഴിക്കും. രഞ്ജിത്തിന് വേണ്ടി ഒന്നുകൂടെ കഴിച്ചോ. പുളിയുണ്ട്. കഴിക്കും. പറടി. ഇപ്പൊ കുറച്ച് നല്ലോണം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പറ. അടിപൊളി ക്ലൂ പറ. ഇതിന് എന്തൊക്കെയോ രുചിയാ. എന്തൊക്കെയോ രുചി മനസ്സിലായോ? ആ സാധനം പറ. എന്തൊക്കെയോ രുചിയുള്ള ഏറ്റവും നല്ല ക്ലൂ. ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ ഉണ്ടാക്കി തരുന്ന എന്തോ ആണ്. എന്തൊക്കെയോ രുചിയുള്ള പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പുളിയുള്ള പച്ചക്കറി കൊണ്ടുള്ള സാധനം. ഈ പുളിയുള്ള സാധനം ബിരിയാണി. ബിരിയാണിയോ? ഇങ്ങനെ പറ്റുന്നല്ലേ? നിങ്ങള് വീട്ടിലോട്ട് വാ. അങ്ങനെയാണോ റിജി പാവം രഞ്ജിത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണേ പുളിയൊക്കെ ഇട്ട്? അല്ല, ഇനി വീട്ടിലോട്ട് വാ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. റിജി, അടുത്ത ക്ലൂ കൊടു. സമയം പോന്നു. സമയം കഴിയാറായി. ഇത് സെമി ലിക്വിഡ് ആണ്. 3 സെമി ലിക്വിഡ്, 2 സെമി ലിക്വിഡ്. ലിക്വിഡ് അല്ല, ലിക്വിഡ്. 1 രസം. ഇതൊക്കെ എല്ലാരും അവസാനം ഓർത്തോണം. ഇതൊക്കെ എന്ത് ഐറ്റം നമ്മൾ ഇവരെ കാണിക്കുമ്പോ മാത്രം നമുക്കത് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉണ്ടാക്കി തരുന്ന രസം സെമി ലിക്വിഡാ. ഞാൻ എന്നാ ചെയ്യാനാ? ഇത്രയും ടൈം ഒന്നും സമ്മതിക്കില്ലാട്ടെ ഇവിടെ. ശരി, അടുത്ത പറ. ഇവിടുന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെ. ഓക്കെ. ഇത് ഡിസ്ക്രിപ്ഷനൊക്കെ ഒരുപാട് കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ്. അടുത്ത ഇത് പൊളി ഐറ്റം. റിജി റെഡി? ഓക്കെ. ഐറ്റം കിട്ടിയോ? കിട്ടി. ഒരേ ക്ലൂ പറഞ്ഞേ. നീ പറഞ്ഞ പോലെ ഇതിന് ഇത്തിരി പുളിയുണ്ട്. ഇതിന് ഇത്തിരി പുളിയുണ്ട്. നീ പറഞ്ഞ പോലെ തന്നെ അടിയേ. രണ്ടാമത് ഇത് നിന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാ. ഇത് അച്ഛന് ഭയങ്കര ഇഷ്ടമാ. എന്റെ അച്ഛന് ഒത്തിരി നീ പറ. പുളിയുള്ള അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. റെജി, അച്ഛൻ കഴിക്കാറുള്ള സാധനങ്ങളൊക്കെ പറയൂ. നിന്റെ അച്ഛനുമല്ല, എന്റെ അച്ഛനും ഇഷ്ടമാ. അച്ഛനല്ല, എന്റെ അച്ഛനെ ഇവരൊരു പ്രത്യേക കുടുംബമാണെന്ന് തോന്നുന്നു. അവര് കാപ്പിയുടെ കൂടെ കഴിക്കുന്ന സാധനം ഇത്. അവര് കാപ്പിയുടെ കൂടെ ഇത് ചുമ്മാ എടുത്ത് ഓരോന്ന് കഴിക്കും. എടി, നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മള് വീട്ടിൽ വന്നില്ലേ? നീ കേക്കണ്ടോ? അവിടെ വീട്ടിൽ വന്ന സമയത്ത് മമ്മി ഉണ്ടാക്കി തന്നെ ഓർക്കുന്നുണ്ട് സാധനം. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ അമ്മ ഇതുമായിട്ട് വന്നു. അച്ചാച്ചി എപ്പോഴും കഴിക്കുന്ന സാധനം എന്താ? അത് പറ. എന്താ പറഞ്ഞത്? സാമ്പാറ്. കല്യാണത്തിന് വന്നപ്പോ ചായക്കൊപ്പം സാമ്പാറാണോ തോന്നുന്നു? അങ്ങനെയല്ല, പുളിയുള്ളത്. എടി, പുളി കുറച്ചേ ഉള്ളൂ. വൈകുന്നേരം ചായക്കൊപ്പം സാമ്പാറാണോ നമ്മൾ അച്ചാച്ചി കഴിക്കാറ്? എടി, ഇതൊരു പലഹാരമാണ്. ഇതൊരു പലഹാരമാണ്. പലഹാരം. നമ്മൾ സച്ചുവിന് നമ്മുടെ കൊച്ചിന് കൊടുക്കാൻ നോക്കേണ്ട കൊച്ചു കഴിച്ചിട്ടില്ല. ഇത് കൊച്ചിന് കൊടുക്കാൻ നോക്കിയിട്ട് കൊച്ചു കഴിച്ചില്ല. സച്ചുവിന് കൊടുക്കാൻ നോക്കി, സച്ചുവിന് ഇഷ്ടപ്പെട്ടില്ല. 5 കുറച്ചുകൂടെ തരാമോ? 4 മര്യാദക്കുള്ള ക്ലൂ എല്ലാം പറ. ഇത്രയും ക്ലൂ കൊടുത്തിട്ട് മര്യാദ. എന്റെ അച്ഛന് ഇഷ്ടമാന്ന് പറഞ്ഞ ഇതിക്കുള്ള എന്നാ ക്ലൂ തരാനാ? 3 അച്ഛന് ഇഷ്ടമുള്ളൂ. 2 കൊഴലപ്പം. 1. റിജി ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് കിട്ടില്ല. കണ്ണടച്ചിട്ട് കൂടിയായി നിൽക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് ക്ലൂസ് മറ്റാൾക്ക് കൊടുക്കുക. അദ്ദേഹത്തിന് അതിനെ കുറിച്ചൊരു വിഷ്വൽ വേണം. ലാസ്റ്റ് ചാൻസ് ആണിത്. ലാസ്റ്റ് ഐറ്റം. റെഡി? റെഡി. അപ്പൊ റിജി ഇവിടെ കടിച്ചോ. ഇനി ഒരു ഐറ്റം കടി. റിജി കമോൺ. പുളിയുണ്ട്. നീ പുളിയെ വിടാറായില്ലേ? പറ. വെളുത്തതാ. സാധനം വെളുത്തതാ. കണ്ണടച്ചിട്ട് വെളുത്താന്നോ? ടേസ്റ്റ് ചെയ്തിട്ട് വെളുത്തതാ സാധനം. എനിക്ക് കിട്ടി. ഉരുണ്ടിട്ടാ. വെളുത്ത ഉരുണ്ട സാധനം. വെളുത്ത് ഉരുണ്ട്. വെളുത്ത ഉരുണ്ട മട്ട. അല്ല, വൈകുന്നേരം ചിലപ്പോ ഞാന് ഇത് വെച്ച് സ്നാക്സ് ഉണ്ടാക്കാറുണ്ടോ? വെജിറ്റബിൾ ആയിട്ട് കൂട്ടാം. അങ്ങനെ അതെ അതെ. പരുവരുത്ത വെജിറ്റബിൾ. വെളുത്തുരുണ്ട സാധനം. പരുവരുത്ത വെളുത്തവള്. വെളുത്തവളല്ല, വെജിറ്റബിൾ. വൈകിട്ട് സ്നാക്സ് ഉണ്ടാക്കി തരാറുണ്ട്. നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തു പോകുമ്പോ വാങ്ങിക്കാറുണ്ട്. ഇനി പറഞ്ഞില്ല, തലയടിച്ചാൻ പൊളിക്കും ഞാൻ. സ്നഗിയാണോ? ഏത് കെട്ടുകളാണ് ഭർത്താവ് സ്നാക്കി അയ്യോ, സ്നാക്സ് നീ മേടിക്കുന്ന വെളുത്തുരുണ്ട സാധനം മേടിക്കുന്നല്ല, ഉണ്ടാക്കി തരുമെന്ന്. അത് വെച്ചുണ്ടാക്കും. ഈ സ്നാഗി എപ്പോഴാ വെജിറ്റബിൾ ആയെന്നൂടെ പറഞ്ഞു തരണം. അത് ചില ക്ലൂ ഒക്കെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോകും. ഫ്ലോ അങ്ങ് പോകുമ്പോഴേ. ഇത് ഒത്തിരി കഴുകിയാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകണം. 4 വെളുത്തുരുണ്ട സാധനം വെജിറ്റബിള്. 3 പിള്ളേർ മറ്റേ സാധനം രഞ്ജിത്തിന് ഇഷ്ടമല്ല. കുക്കുംബർ. ഏകദേശം അടുത്ത് വന്നു.
ഏകദേശം അടുത്ത് വന്നു. 2. ഈ കളിക്ക് ഞാനില്ല. ഏകദേശം ഒക്കെ. അടുത്താണോ? ഒരു ലാസ്റ്റ് ഒരു ക്ലൂ ലാസ്റ്റ് ഒരു ക്ലൂ കൂടെ. ഇതിന്റെ ഒപ്പം ഒരു ഫ്ലവറിനും കൂടി ഉണ്ട്. ഓക്കെ, ഇനിയെങ്കിലും പറയണം കേട്ടോ. ഇതിന്റെ ഒപ്പം ഒരു ഫ്ലവർ കൂടിയുണ്ട്. ക്യാബേജ്. ഞാനില്ല, ഞാൻ ഇറങ്ങി പോവാ. ഓക്കെ ഡൺ. ഈ മണ്ടത്തരത്തിനൊക്കെ ഒരു പരിധിയില്ല. പിന്നെ വെളുത്തുരുണ്ട സാധനം ഫ്ലവർ പോലെ ഫ്ലവറുള്ള സാധനമുള്ള ക്യാബേജ്. പിന്നെ പേരിന്റെ ഒപ്പം ഫ്ലവർ എവിടെ ക്യാബേജ്? പിള്ളേർക്ക് എവിടെ ചായക്ക് 4 മണിക്ക് സ്റ്റഡി ഉണ്ടാക്കി കൊടുക്കുന്നത്? ഒരുമാതിരി വർത്തമാനം പറയുന്നത് കേട്ടോ. അല്ല, കണ്ടുകിട്ടിയതൊക്കെ ഞാനൊക്കെ മറക്കും. എന്തുവാണൊരു മണ്ടത്തരത്തിനൊക്കെ ഒരു പരിധിയിലാണ് ഇത്. ഇനി സോൾട്ട് ആൻഡ് പെപ്പറിൽ രഞ്ജിത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഐറ്റം ആണിത്. എല്ലാവരും കണ്ടല്ലോ. ഓ സെറ്റല്ലേ? നമ്മുടെ വീടിന്റെ തൊണ്ടിലെ കിടക്ക് കാണാം. വീടിന്റെ തൊണ്ടോ? ആ, തൊണ്ടെന്ന് വെച്ചാൽ വീടിന്റെ ഞങ്ങളുടെ നാട്ടില് തൊണ്ടെന്ന് പറഞ്ഞ മിറ്റ വളർത്തും. വീടിന്റെ തൊണ്ട്. കറിവേപ്പില കറിക്കാത്തൊരുപടി. നീ എന്ത് ആനോ പറയണത്? അടുത്ത ക്ലൂ മമ്മി ഇടയ്ക്ക് പറയാറില്ലേ? എന്തോ പറയാറില്ലേ? ഇത് അരച്ചു തേറ്റ അതിന്റെ സൂക്കടൊക്കെ തീരുമെന്ന്. 4. കാന്താരിമുളകാണോ? ആണോ? ഏകദേശം അടുത്തെത്തി. 3. അതിന്റെ രൂപം. അത് അരച്ച ഒരു സംഭവമാണ്. അവർ അരച്ചാ തന്നെ. അപ്പൊ പറഞ്ഞോളൂ, റിജി വേഗം പറയൂ. അതേലും പറ. മുളക് ചമ്മന്തി. ഞാൻ ഇവരെ രണ്ടുപേരും നടുത്തളത്തിലേക്ക് നിർത്തും. ഞാൻ കൊണ്ടുവരാം. ബാക്കി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. വാ. അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ഇഷ്ടമുള്ള സാധനം വീട്ടില്. അതല്ല വീട്ടില്. ഇത് പിന്നെ 6 കനുകൊണ്ട് കറക്റ്റായി. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഇവിടെ നമ്പർ 1 ഇവിടെ. പുളിയുള്ള സാധനം. ഇതെന്താ ഇത് ഐറ്റം? ടേസ്റ്റ് ചെയ്തേ. ടൊമാറ്റോ സോസ് ആയിരുന്നു. എന്തോരം നല്ല ക്ലൂകൾ ഉണ്ടായിരുന്നു. ഇത് വെളുത്തുരുണ്ട പച്ചക്കറി സ്നഗി. എന്തോരം ഡയറക്റ്റ് ക്ലൂ തന്നു. പേരിൽ ഫ്ലവർ. ക്യാബേജ്. ഡിസ്ക്രിപ്ഷൻ കൂട്ടി പറയുക എന്നുള്ളത് മാത്രമാണ്. ആ ചമ്മന്തിയൊക്കെ ഞങ്ങൾ പറയിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പോയിന്റ് ഉണ്ട്. അല്ല നാണം കെട്ട് ഇറങ്ങി പോണ്ട ഗതികേട് മനസ്സിലായി. കാരണം ജീവിയും അപർണയും നന്നായി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല രീതിയിലും ഓർത്തെടുക്കാൻ വേണ്ടി ജീവ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ വാങ്ങിച്ച നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പ്ലീസ്. എനിക്ക് ആ മുളക് ചമ്മന്തി എക്സ്പ്ലെയിൻ ചെയ്തത് നന്നായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ എന്റർടൈനിങ് ആയിരുന്നു. അപ്പോ സോൾട്ട് ആൻഡ് പെപ്പർ റൗണ്ടിലെ നമ്മുടെ ഹോനായി ടീമിന്റെ പൊരിഞ്ഞ അംഗം നമ്മൾ കണ്ടു. അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി പവനായി ടീമിന്റെ ടൈമാണ്. വിളിക്കാം നമുക്ക് അവരെ. സുമിത് ആൻഡ് ഹിമ. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് പറഞ്ഞോട്. ഒരാള് ടേസ്റ്റ് ചെയ്തിട്ട് മറ്റാള് ഗസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ടേസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ടാവും. അത് മറ്റാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. മറ്റാള് ഗസ് ചെയ്യുന്ന ആള് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ അതൊക്കെ ഗസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഇംഗ്ലീഷ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. മനസ്സിലാവാത്തോണ്ട് ഇംഗ്ലീഷ് കുറച്ച് ഡീപ്പ് എന്ന് പറഞ്ഞു. എന്താ വെച്ചാ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് നല്ലപോലെ കഴിക്കുക. വിഷമൊന്നും ഇല്ല അതില്. അപ്പൊ ആദ്യം അത് കഴിച്ചിട്ട് മനസ്സിലാക്കുക അതില് എന്താ സംഭവം. നിങ്ങൾക്കൊരു ധാരണ വരണം ആദ്യം. അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ പവനായി ടീം റെഡിയാണ്. ആദ്യം നമ്മുടെ സുമിത്താണ് മത്സരിക്കാൻ പോകുന്നത്. റെഡി? തുടങ്ങിക്കോ. പിന്നെ എന്റെ വായിൽ വെച്ചോ തിന്നാത്ത സാധനം. അതെ, തിന്നുന്ന സാധനമാണ്. ഓയിൽ പോലെ ഇരിക്കാൻ. എണ്ണ പോലെ ഇരിക്കുന്നു. അതന്നെ. എണ്ണ പോലെ ഇരിക്കുന്നത് എണ്ണയാണോ? കടയില് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചില്ലുകൂടിന്റെ ഈച്ച കാർക്കുന്ന സാധനല്ലേ? 5 ഈച്ച കാർക്കും. ചെറിയ സെന്ററിൽ വെച്ച സാധനം. 3 മുറിക്കുന്നത് കത്തി കേൾക്കണോ?
റെഡി അമ്മൂട്ടന്റെ ചാൻസ് ആണ്. അമ്മൂട്ട റെഡിയല്ലേ അമ്മൂട്ട? അമ്മൂട്ട ഓപ്പൺ യുവർ മൗത്ത്. അയ്യേ 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 ആദ്യത്തെ ക്ലൂ അയ്യേ 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 അയ്യേ. അമ്മൂട്ട പറ. ഒന്നൂടെ. അയ്യേ 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 ഇത് വേണ്ട. അയ്യേ അയ്യേ അയ്യില് തുടങ്ങോ? അയ്യേല് തുടങ്ങും. അയ്യില് തുടങ്ങണ കിട്ടി പറയ്. അമ്മൂട്ട ക്ലൂ 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 ഇറക്കാവോ? ഇറക്കിക്കോ. പശു ഇല്ലേ പശു? പശുവിന്റെ മോര് അതെങ്ങനെ ചേട്ടായി പറഞ്ഞു? പശു പാലല്ലേ തരുന്നേ? അതാണ് മോരന്നെ. അല്ല മോരല്ല അമ്മൂട്ട ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കണം. എന്താണ് ആ സാധനം? ഈ ഒബ്ജക്റ്റ് പറയണം. ആ ചേട്ടായി ആദ്യം പറഞ്ഞ സാധനം ശരിയാ. ആ സാധനം ഉള്ളൊരു സാധനം നമുക്കിതുവരെ ആയിട്ടില്ല. ഇതുവരെ ആവാത്ത എന്താ? ഇതുവരെ ആകത്ത് എന്താ? റൊമാൻസ് ആണോ? അതുകൊണ്ടാ റൊമാൻസ് അല്ല. അതായത് നമുക്ക് രണ്ടുപേർക്കും ഇതുവരെ ഇല്ലല്ലോ, ഒരാളില്ലല്ലോ. ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരാളില്ലെന്നോ? ചേട്ടായി നമുക്ക് ആരെയൊക്കെയോ പോലീസ് ആക്കണ്ടേ? നമുക്ക് സിനിമ നടനാക്കണ്ടേ? ആരെ ആക്കണം? അവർക്ക് നമ്മൾ ഒരു സാധനത്തിൽ ഇങ്ങനെ കൊടുക്കൂലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പശു, ഒബ്ജക്റ്റ്, പോലീസ്, സിനിമ, ഇത് എനിക്ക് ചേട്ടായി മോര് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു ശരിയാണ്. ആ സാധനം ഇട്ട് വെച്ചേക്കണത് ഒരു സാധനത്തിലാണ്, ഒരു വസ്തുവില്. നമ്മൾ എന്തിലാണ് മോരിട്ട് വെക്കുക? മോര് തൈരാക്കാൻ. 3 ഈ അതല്ല ചേട്ടായി, നമ്മളൊരു സ്ഥലത്ത് വെക്കില്ലേ, ഒഴിച്ചു വെക്കില്ലേ? പാലോ? 2 ചേട്ടാ കൊച്ചോ? കൊച്ചിന് നമ്മൾ ഈ സാധനത്തിൽ ഇങ്ങനെ പാലൊക്കെ ഒഴിച്ചു കൊടുക്കും. അത് പോരട്ടെ, കുപ്പി. പാല്, ഐസ്ക്രീം, നിപ്പിള. അതന്നെ. പവനായി ടീമിൽ നിന്ന് സുമിത്ത് കഴിക്കാൻ പോകുന്ന ലാസ്റ്റ് ഐറ്റം ആണ്. ഇതെന്താണെന്ന് പറയണം. ഇത് കഴിക്കുന്നതാകാം, കഴിക്കാത്തതാകാം, കഴിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാകാം. ജി.പി. സാറിന്റെ ഇംഗ്ലീഷാ. അമ്മൂട്ടാ, നീ നാളെ എന്നെ എടുത്ത് എറിഞ്ഞില്ലേ? അതിന് സാധ്യതയുണ്ട്. നാളെ എടുത്ത് എറിഞ്ഞില്ലേ? ചേട്ടായിനാ? ആണോ? അതിലേതാന്ന് പറ. അമ്മൂട്ടാ, ഇത് കോല് പോലത്തെ. പറ ചേട്ടായി. നമുക്ക് സീ കേരളം വൈകിട്ട് തരുന്നില്ലേ ഒരു സാധനം? വൈകിട്ട് തരുന്നത് ഫുഡ് എന്തോ? വൈകിട്ട് പൊറോട്ട. പൊറോട്ട അല്ലാതെ അത് ഉണ്ടാക്കുന്ന ഒരു സാധനം ഇല്ലേ? ചപ്പാത്തി, മൈദ. നിന്റെ ഗോതമ്പ്. ഗോതമ്പല്ല, അതിന്റെ സാധനം. എനിക്കൊരു കാര്യം അറിയണം, ഞാൻ എപ്പോഴാ ചപ്പാത്തി കുഴയ്ക്ക് ഇറങ്ങിയേക്കണത്? എന്റെ അമ്പലപ്പൊട്ടി, നിനക്കത് കാര്യം മനസ്സിലാവണല്ലേ? കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായി. എന്ത് സംഭവിച്ചാലും ആ കെട്ടഴിക്കരുത്. ലാസ്റ്റ് ഐറ്റം അമ്മൂട്ട റെഡിയല്ലേ? നല്ല സാധനം, ചെറിയൊരു ഉണ്ട, നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. ചേട്ടായി അങ്ങനെ കഴിക്കാറൊന്നുമില്ല? ഇല്ല. ചേട്ടായി കഴിക്കാറില്ല? ഇല്ല. ഞാൻ പക്ഷെ കഴിക്കാറുണ്ട്. ചേട്ടാ നല്ലൊരു സാധനമാണ്, വേഗം പറയട്ടെ. ഒരു പാക്കറ്റിൽ ഒരു 10 ഒക്കെ ഉണ്ടാവും. ഒരു പാക്കറ്റിൽ 10 ഉണ്ടാവും. പപ്പടം അല്ല ചേട്ടായി, ഉണ്ട 10 ഉണ്ടകള്. എള്ളുണ്ട. പോരട്ടെ, അടുത്തത്. എള്ളുണ്ടാണോ? അത് കഴിഞ്ഞ് വേറെ സാധനം. ഉണ്ണിയപ്പം. ലഡു. അയ്യോ, 1. ടൈം അപ്പ്. ഇനി നമുക്ക് പതുക്കെ ഊരാം. തൽക്കാലം ഒരു ധാരണയായിട്ട് അടുത്ത് നിർത്തിയാ മതി. നീ ഇതിനെറിഞ്ഞിട്ടില്ലല്ലേ? നീ എന്തായിരുന്നു കാരണം? ഇതൊക്കെ വെച്ച് എറിയാനുണ്ടായ കാരണം ഓർമ്മയുണ്ട്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സ്റ്റമ്പ് പോലെ നിൽക്കുന്നോണ്ടാണ് എന്തെങ്കിലും വെച്ച് എറിയാനുള്ള ഒരു ത്വര വരുന്നത്. ഓക്കെ ജിപി, എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു നിങ്ങൾ കൊടുക്കുന്ന ക്ലൂകൾ വളരെ വളരെ സ്മാർട്ട് ആയിരുന്നു.
നമുക്ക് ഇല്ലാത്ത സാധനം അത് നീ മനസ്സിലായില്ല. അതാണ് കയ്യിൽ നമുക്ക് ഇല്ലാത്ത സാധനം എന്തുവാ അതൊന്ന് പറഞ്ഞു. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാ ചേട്ടായി. വാവി അത് വാവയല്ലേ അത് കുടിക്കും, പിന്നെ ചേട്ടായി അത് കുടിക്കുവോ? നിങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു നിങ്ങൾ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എസ്പെഷ്യലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ വളരെ സ്മാർട്ടായിരുന്നു, വളരെ ടു ദ പോയിന്റ്. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളത് വിവരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് മറ്റേ ടീമിനേക്കാൾ കൂടുതലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഹിമ അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വെരി 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 എൻജോയബിൾ. നമ്മുടെ ആദ്യത്തെ ഹോനായി ടീമിൽ നിന്ന് രണ്ടുപേരും ഒന്ന് മത്സരിച്ചായിരുന്നല്ലോ. രണ്ടുപേരും ഇനി ഇത്രയും വരെ വരിക. ഇവരെല്ലാരാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാര്യമായിട്ടുള്ളൊരു സംശയമില്ല ആരാണ് വിജയിച്ചത് എന്നുള്ളത്. കാരണം രണ്ടുപേരും നന്നായി കളിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും റിജിയും രഞ്ജിത്തും നല്ല എഫേർട്ടായിരുന്നു. നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ രണ്ടാമത്തെ വരെയായിരുന്നു. നിങ്ങൾക്ക് കേക്ക് എന്നൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ ടീമിൽ നിന്ന് വരുന്ന സപ്പോർട്ട് കൂടുതൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ വളരെ സ്മാർട്ടായിട്ടുള്ള വേസ്, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്, പിന്നെ സ്വാഭാവികമായിട്ടും തൈര് മോര് പോലെയുള്ള ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും കൂടുതൽ എണ്ണം ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളാണ് വിജയികളും നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ 2 ഗെയിം അവര് കൊണ്ടുപോയി. ഇനി വരാൻ പോകുന്ന ഗെയിമുകൾ നിങ്ങൾ കൊണ്ടുപോകാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, വിട്ടുകൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടുപേർക്കും നിങ്ങളുടെ സീറ്റിലേക്ക് ഇരിക്കാം. സുമിത് ആൻഡ് ഹിമ പോയിരുന്നു. എല്ലാ രീതിയിലും ഇവര് ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള കപ്പിൾസ് ആണ്. ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് ചെയ്ത് വരെ വൈറലായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചുതരാം. ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട് കാണിച്ചുതരാം. പിന്നെ ഫോട്ടോഷൂട്ട് എനിക്ക് LED വാളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് വരും. ഇവരാണ് ആ വൈറൽ ഫോട്ടോഷൂട്ടിന് പിന്നിലെ മീത്തും മിറിയും. എപ്പോഴും നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എനിക്കൊരു രാജാവിന്റെ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ ഞാൻ പൊക്കി പറയല്ല, മധ്യ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാ, പേര് ശശി. ജീവ കുറച്ച് കോൺഷ്യസ് ആയി. നിങ്ങൾ സുന്ദരനാണ്. അല്ല, അപ്പൊ ആളെപ്പം പറയാറുണ്ട്, ഞാൻ പൊക്കി പറയുന്നില്ല, എന്നെ കൊണ്ട് പറയാറുണ്ട് ചേട്ടനെ കാണാൻ ഒരു രൺവീർ സിംഗ് ലുക്ക് ഉണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ കൊള്ളായിരുന്നു. ഇത് സഹിക്കാൻ പറ്റിയില്ല. പുള്ളി രാവിലെ കഴിച്ച പുട്ടാൻ തോന്നുന്നു. അത് സത്യമാണ്. ഭയങ്കര തള്ളം. എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് തൊഴണ്ട ഒരു നമ്മളിപ്പോ ഈ ഫോട്ടോയിലാണ് അവരെ ഈ ഒരു വേഷത്തിൽ കണ്ടത്. നമുക്ക് നേരിട്ടൊന്ന് കണ്ടാലോ? അവരെ നേരിട്ട് നമുക്ക് വേണ്ടിട്ട് ഒരു ഉഗ്രൻ പെർഫോമൻസ് ആ വേഷത്തില് നമുക്ക് വേണ്ടി കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് രൺവീർ സിംഗ്. ദീപി പറയൂ, മൊത്തത്തില് ഇന്നത്തെ ഒരു എപ്പിസോഡും കാര്യങ്ങളും ഈ ഒരു ഡാൻസ് വരാൻ പോകുന്ന ഐറ്റം എന്താണ് ഡീപ്പിയുടെ എക്സ്പെക്ടേഷൻ? എന്റെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ബി എന്റർടൈൻ. അവരെ എക്സ്പെക്ടേഷൻ ഇല്ലല്ലോ, അവര് അത് കളിച്ചിട്ട് പോട്ടും. അങ്ങനെയല്ല, that's all. അല്ല, I meant I just want to be entertained. സുമിത്ത് ഇല്ലേ ഇവിടെ? എന്താ സുമിത്ത് അടങ്ങിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലേ സാറേ മിണ്ടാൻ പറ്റുള്ളൂ. പോകുന്നതിനുള്ളിൽ സുമിത്തിനെ നമുക്ക് ഇവിടെ ഒരു 5 വരി ഇംഗ്ലീഷ് സംസാരിപ്പിച്ചിട്ടേ വിടാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഒരു ദൗത്യമാണ്. ഓക്കെ അല്ലേ? അതെ, അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പൊ നിങ്ങൾ പോയി റെഡിയായി നല്ല കിടലിനായിട്ട് അതേ ഫോട്ടോഷൂട്ടിന്റെ അതേ ലുക്കില് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ്. ഇതേപോലെ ഒരുപാട് ലളിതവും മയവുമുള്ള എപ്പിസോഡുമായിട്ട് നമ്മൾ വരും. പക്ഷെ ഇന്നത്തെ ഇപ്പൊ നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മീത്തിന്റെയും മിറിയുടെയും ഒരു ഉഗ്രൻ സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി തീർക്കട്ടെ. Come on, Chitu. Okay, അപ്പം this is good night from Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, My Generation, Detail Hub and special partner K Safi. മീത്തിന്റെയും മിറിയുടെയും ഡാൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗുഡ് നൈറ്റ്. Ta-ta.